ഹലോ, താങ്ക് യു വെരി മച്ച്. ഇന്ന് ഈ വീഡിയോയിൽ 25,000 പേർ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുകയാണ്. സബ്സ്ക്രൈബ് ചെയ്ത നിങ്ങൾ ഓരോരുത്തരോടും പ്രത്യേകം എടുത്ത് നന്ദി അറിയിക്കുകയാണ്. ഈ ചാനൽ നിങ്ങൾക്കിത് പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അംബാസഡേഴ്സായിട്ട് മറ്റൊരു 3-4 പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ഇത് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഈ മാസം തന്നെ 1,00,000 പേർ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാകുവാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ സാമ്പത്തികമായിട്ടൊരു നേട്ടമൊന്നും ഉണ്ടാകാനല്ല, പക്ഷേ യൂട്യൂബിൽ നിന്ന് 1,00,000 സബ്സ്ക്രൈബേഴ്സിനുള്ള ഒരു പ്ലേ ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ, ഒരു ട്രോഫി പോലെ ഒരു അംഗീകാരം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ളവർ, നിങ്ങളിത് പ്രയോജനമാണെന്ന് കരുതുന്നവർ, പ്രയോജനപ്പെട്ടിട്ടുള്ളവർ, നിങ്ങളുടെ കൂട്ടുകാരായ ഒരു 3-4 പേർക്കത് ഈ വീഡിയോകൾ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങൾ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അത് അവർക്കത് പ്രയോജനപ്പെടും. 2, നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ ലഭിക്കാനിടയായിത്തീരും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൊരു നല്ല സംരംഭം നിങ്ങൾക്ക് തുടങ്ങാൻ വേണ്ടി കൂടുതൽ അറിവുകൾ പകർന്നു തരുവാൻ എന്നെ പ്രോത്സാഹിപ്പിക്കുകയും അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് ഒരു നല്ല സംരംഭം തുടങ്ങി അത് നേരിട്ട് വന്ന് ഒരുപക്ഷെ കാണാൻ തന്നെ എനിക്ക് താല്പര്യമുണ്ട്. സാധിക്കുകയാണെങ്കിൽ അങ്ങനെ നല്ല ചില ഉപദേശങ്ങൾ തന്ന നിങ്ങൾക്ക് ഓരോ കാര്യത്തിലും, ഓരോ ചെറിയ ഡീറ്റെയിൽസിലും, യൂണിറ്റ് തുടങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പേര് ഡിസൈൻ ചെയ്യുന്നത് മുതൽ അതിൻ്റെ കളർ മുതൽ ഒത്തിരി മാറ്റങ്ങൾ, നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താനായിട്ട് വേണ്ട സജഷൻസ് തരാൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ അത് അങ്ങനെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നവർക്ക് അത് വളരെ ഗുണകരം ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ അത് ഈ ചാനൽ നിങ്ങൾ ചില 3-4 കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചില നല്ല വീഡിയോകൾ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടൊരു പ്രോത്സാഹനം കൊടുക്കുക. നമുക്ക് ഈ സംരംഭകത്വത്തിൽ ഒന്നാമത് ജനങ്ങൾക്ക് ഇതിൻ്റെ പ്രയോജനം കൂടുതൽ പേർക്ക് കിട്ടും. നിങ്ങളുടെ ഓരോരുത്തർക്കും ഒരു ആത്മസംതൃപ്തിയും ഒരു നല്ല സംരംഭം തുടങ്ങാൻ സാധിക്കും. നിങ്ങളുടെ സാമ്പത്തിക നില മെച്ചപ്പെടും. അതുമൂലം പലർക്കും ജോലി കിട്ടും. ദൂരവ്യാപകമായ നല്ല ചില ചലനങ്ങൾ ഉണ്ടാകുവാൻ സാധിക്കും. പലർക്കും ഇത് എക്സ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അങ്ങനെ കേരളത്തിന് തന്നെയും ഒരു വളരെ പ്രയോജനകരമായ ഒരു മാറ്റത്തിന് ഒരളവിൽ അല്ല, നല്ലൊരു മാറ്റം വരുത്താനായിട്ട് കൂട്ടായിട്ടുള്ള പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നാണ് എൻ്റെ ഉത്തമമായിട്ട് എനിക്കുള്ള വിശ്വാസം. കാരണം ഇതിനകത്ത് ഒരു വീഡിയോ ഏകദേശം 2 ലക്ഷത്തോളം ആളുകൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ 25,000 വെറും 3-4 മാസം കൊണ്ട്, 4-5 മാസം കൊണ്ട് 25,000-ഓളം പേര് സബ്സ്ക്രൈബേഴ്സ് വന്നു. അപ്പോൾ ഈ 25,000 പേര് ഒരു 4 പേർക്ക് ഷെയർ ചെയ്താൽ തന്നെ 1,00,000 പേരാകും. അത്രയും പേരിൽ അതൊരു ചലനം ഉണ്ടാക്കുവാനും അത്രയും പേർക്ക് ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാകുവാനും അത്രയും പേര് കൂടുതൽ ക്രിയാത്മകമായി കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും അവരുടെ ജീവിതത്തിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകുവാനും ഒരു നല്ല സംരംഭത്തിന് ഒരുങ്ങുവാനും അതിന് തുടക്കമിടുവാനും ഒക്കെ സാധിക്കും. മാത്രമല്ല, ഇതിലൊക്കെ ഉപരിയായിട്ട് നല്ല ചില ചിന്തകളെന്നൊക്കെ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തെയും സ്വഭാവത്തെയും ഒക്കെ അത് ക്വാളിറ്റിയുള്ള സംരംഭകരായി തീരുവാനുള്ള ഉപദേശമാണ് ഞാൻ നൽകുന്നത്. ക്വാളിറ്റിയുള്ള ഉൽപ്പന്നവും ക്വാളിറ്റിയുള്ള സംരംഭത്വവും അത് നിങ്ങൾക്ക് വ്യക്തിപരമായ ജീവിതത്തിലും തീർച്ചയായും അതിനെ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യും. ഏറ്റവും പ്രധാനമായ ഒരു കാര്യം,
നമ്മളൊരു പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങൾ, നല്ലൊരു മനസ്സുണ്ടാകുകയും നല്ല കാര്യങ്ങളെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുകയും എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു പ്രശ്നത്തിൽ തന്നെ പ്രശ്നമല്ല അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. ഏതൊരു പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തുന്നവരായി തീരുക. നെഗറ്റീവായ ആൾക്കാർ എല്ലായ്പ്പോഴും തിന്മ മാത്രം കാണുന്നവർ, ഉള്ളിൽ തിന്മയുള്ളതുകൊണ്ടാണ് അവരെപ്പോഴും തിന്മ കാണുന്നത്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏത് പരിഹാരം പറയുമ്പോഴും അവർ അതിനകത്തൊരു പ്രശ്നം കണ്ടുപിടിക്കുന്നവരാണ്. എന്നാൽ പോസിറ്റീവായ ആൾക്കാർ അവരുടെ ഹൃദയത്തിലൊരു പോസിറ്റീവ് നന്മയ്ക്ക് വേണ്ടി ഒരു താല്പര്യമുണ്ട്. അപ്പോൾ അവരൊരു പ്രശ്നം വന്നാൽ അതിന് ഇന്ന പരിഹാരം കണ്ട് അത് പരിഹരിക്കാമെന്ന് പറയുന്നവരാണ്. മറ്റേ കൂട്ടർ ഒരു പരിഹാരം പറയുമ്പോൾ അല്ല അതിനകത്തൊരു വീണ്ടും പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കുന്നവരാണ്. അപ്പം അങ്ങനെ നെഗറ്റീവായിട്ട് ആകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും പോസിറ്റീവായ അനുഭവങ്ങൾ ഉണ്ടാകുകയില്ല. നെഗറ്റീവായവർക്ക് എപ്പോഴും നെഗറ്റീവായ അനുഭവങ്ങളേ ഉണ്ടാകുള്ളൂ. അവർക്കൊരു പച്ചപ്പുണ്ടാകുകയില്ല. എന്നാൽ പോസിറ്റീവായവർ പോസിറ്റീവായി ചിന്തിക്കുന്നു, പോസിറ്റീവായ നല്ല കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നു, നല്ലത് വിശ്വസിക്കുന്നു, അവരുടെ ജീവിതത്തിൽ നല്ലത് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് നന്മ വരുന്നു. വീണ്ടും അതിൽ നിന്ന് അവർക്ക് പ്രോത്സാഹനം കിട്ടുകയിട്ട് അവർക്ക് തന്നെയല്ല ഈ നന്മ നമ്മൾ ചെയ്യുമ്പോൾ, നല്ല ചിന്തകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ, നന്മ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ വലിയ സന്തോഷം ഉണ്ടാകും. അപ്പോൾ അത് തന്നെയല്ല അതിന് പ്രതിഫലവും നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ വീണ്ടും ഉത്സാഹത്തോടെ നന്മ ചെയ്യാനും നല്ല ചിന്തകൾ ചിന്തിക്കാനും ഇടയായിത്തീരും. അപ്പോൾ വളരെ ക്രിയേറ്റീവായ വളരെ പോസിറ്റീവായ ഒരു നിങ്ങൾക്ക് ജീവിതത്തിൽ അത് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഒരിക്കൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിനും ഈ വീഡിയോകൾ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്തതിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. നിങ്ങൾ സംരംഭം ഏത് നിലയിലായി, എന്താണ് നടത്തിയത് എന്നുള്ള കാര്യം, ഏത് ഘട്ടത്തിലെത്തി നിൽക്കുന്നുള്ള കാര്യം മെസ്സേജ് അയച്ചാൽ നന്നായിരിക്കും. ഓൾ ദ ബെസ്റ്റ്.